പാർട്ടി നേതാക്കന്മാരെയും പ്രവർത്തകരുടെ വീട്ടിലെല്ലാം പോലീസ് രാത്രി തന്നെ റെയ്ഡ് നടത്തി. ഉണ്ണികൃഷ്ണൻ എല്ലാ പ്രവർത്തകരെയും എനിക്ക് നേരിട്ട് അറിയാൻ കഴിയുന്ന കാര്യമാണ്. ഉണ്ണികൃഷ്ണൻ്റെ വീട്ടിലൊരു പോലീസും പോയിട്ടില്ല. അതുപോലെ തന്നെ അവിടെ ടി ഗോവിന്ദനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങളാകെ പൊതുവിൽ അംഗീകരിച്ച ഒരു കാര്യമാണ്. എല്ലാ കാലവും ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് പയ്യന്നൂർ. ആ കോട്ട തകർക്കാൻ ആരും വിചാരിച്ചാലും കഴിയില്ല എന്നത് എത്രയോ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായി മത്സരിക്കുന്നത് പാർട്ടിയുടെ എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കോടാരി കൈയാണ് വി കുഞ്ഞികൃഷ്ണൻ. പ്രാദേശികമായി എന്തെങ്കിലും ഒരു പ്രവർത്തനം സജീവമായി പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ നിർണായക ഘട്ടങ്ങളിൽ പാർട്ടിയെ സഹായിക്കുന്ന ഒരു പ്രവർത്തനവും വി കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്ന് കുഞ്ഞികൃഷ്ണനേക്കാളും മുമ്പേ പാർട്ടിയിൽ വന്ന പാർട്ടി നേതൃത്വം വന്ന ഒരാൾ എന്നുള്ള എനിക്ക് എല്ലാ കാര്യങ്ങളും നേരിട്ടറിയാം. അതുപോലെ തന്നെ അവിടെ ടി ഗോവിന്ദനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസ് കുഞ്ഞികൃഷ്ണനെ എവിടെ നമ്മൾ കണ്ടില്ല. സംഭവം നടന്ന് നമ്മുടെ പാർട്ടി നേതാക്കന്മാരെയും പ്രവർത്തകരുടെ വീട്ടിലെല്ലാം പോലീസ് രാത്രി തന്നെ റെയ്ഡ് നടത്തി. അതുമാത്രമല്ല, കുഞ്ഞികൃഷ്ണൻ സ്ഥലത്ത് പോലും പോയില്ല. ഇപ്പൊ അയാൾ എന്തോ ഒരു സർവ്വദേശീയ നേതാവായി ഉയർത്തിക്കൊണ്ടുവരാൻ മാധ്യമങ്ങളും എതിരാളികൾ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും വിലപ്പോകാൻ പോകുന്നില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉള്ള ഒരു മണ്ഡലമായി പയ്യന്നൂർ മാറും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.